വിവാഹ നിശ്ചയത്തിന് തന്നെ ആ സമയത്ത് പോയിട്ട് നിശ്ചയം കഴിച്ചു വന്നതാണ്. അത്രയേറെ ഈ സിനിമയ്ക്ക് വേണ്ടി നിന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹം പുറകിലുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. മലയാളികൾക്കൊരു RRR ഇല്ല, KGF ഇല്ല, ബാഹുബലി ഇല്ല, അതേപോലെ ഒരു പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിം ആയിരിക്കുമോ AR എന്ന്? അങ്ങനെയൊന്നും നമുക്ക് അവകാശങ്ങൾ പറയാൻ പറ്റില്ല. നമുക്ക് നമ്മള് ശ്രമിക്കുന്നത് നമ്മൾ അങ്ങനെ വേറെ ഏതെങ്കിലും സിനിമയെ പോലെ ആവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവും, സിനിമ കാണുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. അതൊക്കെ ഇപ്പൊ ഈ RRR ഈ KGF അല്ലെങ്കിൽ കാന്താരയും എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ സംഭവിച്ചതാണ്. നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്താൽ മാത്രം അത് സംഭവിക്കില്ല. അത് തനിയെ സംഭവിക്കണം. നമ്മളത് ലോകം മുഴുവൻ നടന്ന പ്രമോഷൻ നടത്തിയാലും ചിലപ്പോൾ അങ്ങനെ ആവണം എന്നില്ല. അത് ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെടുമ്പോഴാണ് അത് അങ്ങനെ ആവുന്നത്. അപ്പൊ അത് നമ്മളല്ല അത് തീരുമാനിക്കുന്നത്. നമുക്കതിനകത്ത് ഒന്നും പറയാൻ പറ്റില്ല. സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടാൽ, ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് നമുക്ക് ആളുകളുടെ മുന്നിലേക്ക് വെക്കാവുന്ന ഒരു സിനിമയൊക്കെ അല്ല, RRR KGF എന്ന് ഇപ്പൊ പറയുന്ന പോലെ നമുക്ക് അജയന്റെ രണ്ടാം മോഷണം ഇപ്പം ലിസ്റ്റിൻ ചേട്ടനാണ് അത് RRR എന്നുള്ള ഒരു ഇതിലേക്ക് മാറ്റിയതെന്ന് പറഞ്ഞു. മറ്റുള്ള ഷോർട്ടാക്കി മറ്റുള്ള ARM എന്നുള്ള എന്നാ ബാക്കി പറഞ്ഞു. പേരിലെ സിമിലാരിറ്റി ആണോ എങ്കിലും ഇതൊരു ബ്രഹ്മാണ്ഡം ഇത്രമായിട്ട് കണക്കാക്കാൻ പറ്റുന്ന ഒരു ലക്ഷണങ്ങളൊക്കെ ഉള്ള. ശരി, നീ കണക്കാക്കിക്കോ. നിങ്ങളൊക്കെ സിനിമ കണ്ടിട്ട് തീരുമാനിച്ചാൽ അല്ല, ബേസിക്കലി മലയാളത്തിൽ ഇപ്പം ഞാൻ പറയട്ടെ, ബ്രഹ്മാണ്ഡം എന്ന് പറയുന്നത് എന്താണ്? നമ്മളാകെ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ട് നമ്മൾ ഈ സിനിമ പരമാവധി വിഷ്വലി നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ബ്രഹ്മാണ്ഡം ചെയ്യാനുള്ള ബഡ്ജറ്റുണ്ടോ നമ്മുടെ കയ്യിൽ? ഇതൊന്നേ അല്ല, ഇപ്പം മലയാളത്തിൽ നടക്കുന്നത് ഞാൻ കംപ്ലീറ്റ് ആണ്. മലയാളത്തിൽ നടക്കുന്നത് ഇപ്പം മഹേഷിന്റെ ബ്രദർ എന്നൊരു ചിത്രത്തിന്റെ തന്നെ ഒരു 10 ഇരട്ടി ബഡ്ജറ്റ്, 60 കോടി അല്ല എന്ന് പറഞ്ഞാൽ തന്നെ 10 ഇരട്ടി ബഡ്ജറ്റ് വരുന്ന ഒരു ചിത്രമാണ്. എത്ര കോടി ഉണ്ടാവും? 30 കാണത്തില്ല. 30 ഉണ്ടാവും. അപ്പൊ ഒരു 10 ഇരട്ടിയെങ്കിലും മിനിമം. അത് ഇതിന്റെ 3-4 ഇരട്ടിയുള്ള സിനിമകൾ മലയാളത്തിൽ ഉണ്ടാവുന്നുണ്ട്. മറ്റ് ഭാഷകളിൽ ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന മറ്റു ഭാഷകളിലെ സിനിമകൾക്ക് ഇതിന്റെ 10 ഇരട്ടിയിലധികം ബഡ്ജറ്റ് ഉണ്ടാവും. എന്നിട്ട് അതിനെയും ഇതിനെയും ബ്രഹ്മാണ്ഡം വിളിച്ചാൽ എങ്ങനെയാണ് സുഹൃത്തെ? ഞാൻ മലയാളത്തിലെ ബേസ് ചെയ്തപ്പോ അപ്പം അതിന്റെ അകത്ത് സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പ് കുറയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അതൊരു മാസ്റ്റർ പ്ലാൻ ആണ്. ഈ ഹൈപ്പിന് പ്രത്യേകിച്ച് അവാർഡ് ഉണ്ടോ? സ്റ്റേറ്റ് അവാർഡോ നാഷണൽ അവാർഡോ വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. അവിടെ ഹൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഹൈപ്പ് എന്തിനാണ്? ആളുകൾ അറിഞ്ഞാൽ പോലെ സിനിമ ഇറങ്ങുന്നുണ്ടെന്ന് ഒരു പ്രതീക്ഷയില്ലാതെ ആൾക്കാര് ഇന്നത് കാണാം എന്ന് പ്രതീക്ഷിക്കാതെ അവര് കണ്ടിട്ട് മനസ്സിലാക്കട്ടെ എന്താണ് സിനിമയ്ക്കകത്തത് ഉള്ളതെന്ന്. അപ്പൊ ഹൈപ്പ് ഉണ്ടാക്കിയെന്ന് വെച്ചൊരു സിനിമ നന്നാവണമെന്നുണ്ടോ? ഇല്ല. സിനിമ നന്നായാലും എന്ത് ഹൈപ്പോ റീച്ചോ ഉണ്ടായിട്ട് കാര്യമുള്ളൂ. അപ്പൊ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ സിനിമ പ്രൊമോഷൻ ഹൈപ്പ് എന്നൊക്കെ പറയുന്നത് സിനിമ കൂടുതൽ ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ടുള്ള കാര്യം മാത്രമാണ്. അല്ലാതെ അതിനപ്പുറത്ത് അതിന് പ്രസക്തിയില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. സിനിമ ഇറങ്ങിയിട്ട് അതിന്റെ ക്വാളിറ്റി അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതിൽ മാത്രമേ ഇവിടെ പ്രസക്തിയുള്ളൂ. താങ്ക് യു. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ സമയമുള്ളൂ. താങ്കളുടെ പേരിലുൾപ്പെടെ ഈ ലാൽ എന്നുള്ള പേര് എങ്ങനെ വന്നു എന്നുള്ളത് ഇന്റർവ്യൂകളിലൂടെ ആളുകൾ അറിയുന്നു. അപ്പൊ ഈ വേറെ എന്നുള്ള പ്രൊജക്റ്റിലും കുറെ കമന്റും കണ്ട അച്ഛന്റെ പേര് വരെ നീ മാറ്റിയില്ലല്ലോ. അപ്പൊ ഈ ആ പേരിലുൾപ്പെടെ എങ്ങനെയാണ് ലാൽ വന്നത്, എങ്ങനെയാണ് മോഹൻലാൽ എന്നുള്ള നടനുള്ള ആരാധന വന്നത് എന്നൊക്കെ അഭിമുഖങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ മോഹൻലാൽ എന്നുള്ള നടനും ഈ മലയാള സിനിമയെ കുറച്ചുകൂടി വേറൊരു തലത്തിലേക്ക് കുറച്ചുകൂടി ബൃഹത്തായ സ്വപ്നങ്ങൾ കാണാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട്. എമ്പുരാനും ലൂസിഫറൊക്കെ അതിന്റെ തുടർച്ചകളാണ്. അപ്പം ടോവിനോ ഉൾപ്പെടെ ഈ സിനിമയ്ക്ക് അദ്ദേഹത്തിന്റെ ഒരു ഇൻവോൾവ്മെന്റും ഒരു പ്രസൻസും ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞ പ്രസൻസ് റിവീൽ ചെയ്യണം എന്നല്ല, പക്ഷെ റിവീൽ ചെയ്യാം. വളരെ സന്തോഷത്തോടെ ഇന്ന് ഇവിടെ റിവീൽ ചെയ്യാൻ വെച്ചിട്ടുള്ള കാര്യമാണിത്. നമ്മളുടെ ഈ സിനിമ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ലൈവിൽ പറഞ്ഞിരുന്നു, ലാലേട്ടന്റെ ആശീർവാദത്തോടെ തന്നെയാണ് ഈ സിനിമ തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞോട്ടെ, അതായത് ഈ സിനിമ തുടങ്ങുന്നത് ഒരു കോസ്മിക് ക്രിയേറ്ററിന്റെ വോയിസിൽ നിന്നാണ്, പ്രപഞ്ച സൃഷ്ടാവിന്റെ ശബ്ദത്തിൽ നിന്നാണ്. അപ്പൊ നമുക്ക് മലയാളത്തിൽ ആ ശബ്ദം നൽകിയിരിക്കുന്നത് ലാലേട്ടനാണ്.
നമുക്ക് അതുപോലെ തന്നെ തമിഴില് ഈ പ്രപഞ്ച സൃഷ്ടാവിന്റെ ശബ്ദം നൽകിയിരിക്കുന്നത് വിക്രം സാറാണ്. അത് നമ്മളോട് ഇഷ്ടം കൊണ്ടും നമ്മളുടെ കണ്ടന്റിലുള്ള ഒരു വിശ്വാസം കൊണ്ടും സ്നേഹം കൊണ്ടും അദ്ദേഹം നൈറ്റ് ഷൂട്ടൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിലും പുള്ളി അതിനുവേണ്ടി ഇന്നലെ രാത്രി എഫേർട്ട് എടുത്ത് നമുക്ക് വേണ്ടി ചെയ്തു തന്നതാണ് വിക്രം സാറ്. കന്നഡയിൽ നമുക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നത് ശിവരാജ് കുമാർ സാറാണ്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പുള്ളി റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് വീട്ടിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ നമ്മളോടുള്ള ഇഷ്ടവും വിശ്വാസവും കൊണ്ടും തന്നെയാണ് അദ്ദേഹവും ഇതിനു വേണ്ടിയിട്ട് ശബ്ദം തന്നിരിക്കുന്നത്. ആ ശബ്ദത്തിലായിരിക്കും സിനിമ തുടങ്ങുന്നതും ഈ ശബ്ദങ്ങളിലായിരിക്കും സിനിമ തുടങ്ങുന്നതും അവസാനിക്കുന്നതും. അവരുടെ ഉള്ള ഒരു സ്നേഹം അത് ടോബി, ജിതിൻ ലാൽ ഇവർക്ക് സിനിമയോടുള്ള ആ ഒരു വൈകാരികത കാരണമാണോ അതോ ARMന്റെ വലിപ്പം കാരണമാണോ? പൊതുവിൽ സിനിമ എന്നുള്ള ആർട്ട് ഫോമിനോട് നിങ്ങൾക്കുള്ള ഇഷ്ടം കാരണം കൊണ്ടാണോ അവർ ചെയ്യുന്നതെന്ന് തോന്നുന്നത്, അതോ പൊതുവിൽ ARMന്റെ വലിപ്പം കാരണം? അവരുടെ നന്മയും വലിയ മനസ്സും കാരണം കൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. അതായത് ഞങ്ങളൊന്നും അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യാൻ മാത്രം വലിയ ആൾക്കാരൊന്നുമില്ല. ഞങ്ങൾ